നമസ്കാരം. അങ്ങനെ എമ്പുരാന്റെ ഫസ്റ്റ് ഷോ കണ്ടുവന്നിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞത് പോലെ തന്നെ ഒരു ഹോളിവുഡ് ബോളിവുഡ് മോളിവുഡ് മിക്സ് ആണ് സിനിമ. ഒരു 3 മണിക്കൂർ ദൈർഘ്യം ഉണ്ട് സിനിമ. അതിൽ ആദ്യത്തെ ഒരു 25 മിനിറ്റ് ഫുള്ള് ഹിന്ദിയാണ്. ഒരു ബോളിവുഡ് സിനിമ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20-25 മിനിറ്റ് കേരളത്തിലാണ് വരുന്നത്. നെടുമ്പള്ളി എന്നുള്ള ഒരു സ്ഥലത്താണ് പിന്നെ കഥ നടക്കുന്നത്. പിന്നീട് വരുന്ന ഒരു 20-25 മിനിറ്റ് ഹോളിവുഡ് മോഡലിലാണ് പടം. ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് പിന്നെ സിനിമ പോകുന്നത്. ലാലേട്ടനെ കാണിക്കുന്നത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ തൊട്ട് പടം അങ്ങനെ പീക്ക് ലെവലിലോട്ട് കയറുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ എമ്പുരാൻ, എനിക്ക് പോസിറ്റീവും നെഗറ്റീവും പറയാനുണ്ട് അതിനെ കുറിച്ച്. സിനിമയുടെ ദൈർഘ്യം ഒരു 3 മണിക്കൂർ എന്നുള്ളത് അവർക്ക് ഒരു 2.5 മണിക്കൂറായി കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്ന് എനിക്ക് തോന്നി. കുറച്ച് ആക്ഷൻ രംഗങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവും. കാണാൻ പോകുന്നവരെ ഒരു മാനിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നി. എമ്പുരാൻ ചെയ്തിരിക്കുന്നത് ഒരു വലിയ സ്കെയിലിൽ തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സ്കെയിലിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം മേക്കിംഗ് കൊണ്ടായാലും മ്യൂസിക് ആയാലും വളരെ ഒരു എന്താ പറയാ, ഒരു പാൻ ഇന്ത്യൻ റീച്ച് എത്താൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. എന്നിരുന്നാൽ പോലും സത്യം പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ലൂസിഫറിന്റെ ലൂസിഫർ കണ്ടുവന്ന ആ ഒരു പഞ്ച് എനിക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. ഒരു കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ, ഫുൾ ഒരു സ്ക്രീൻ പ്ലേ നല്ല സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നെങ്കിലും ആക്ഷൻ രംഗങ്ങളായാലും ലാലേട്ടന്റെ മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള ഒരു ഇടിയുണ്ട്. നമ്മുടെ ലൂസിഫറിൽ കണ്ട അതേപോലെ തന്നെയുള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊരു നല്ലൊരു ആവേശം കിട്ടുന്ന ഒരു സീൻ തന്നെയായിരുന്നു. അതുപോലെ ലാലേട്ടൻ വന്നിറങ്ങുന്ന ഇൻട്രോ സീനായാലും എല്ലാ സീനുകളും, അതുപോലെ പൃഥ്വിരാജിന്റെ സീൻസും, എല്ലാവരുടെ സീൻസുകളും അടിപൊളിയാണെങ്കിലും എനിക്കെന്തോ ആ ലൂസിഫർ കണ്ടതിന്റെ ആ ഒരു പഞ്ച് കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. ലാലേട്ടൻ തന്നെയാണ് ഇതിന്റെ നെടുന്തൂണായി നിൽക്കുന്നത്. എമ്പുരാൻ നമുക്കറിയാമല്ലോ. പിന്നെ പൃഥ്വിരാജ് ആളുടെ പാട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ സ്യൂട്ടും കോട്ടുമുള്ള ഡ്രസ്സിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് പുള്ളിയുടെ ഒരു നാടൻ വരവും നാടൻ തല്ലും മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള വാട എന്നിട്ടുള്ള ആ പരിപാടിയൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി ഇംപ്രസീവായി തോന്നിയത്. പിന്നെ നമ്മുടെ ലൂസിഫറിൽ മഞ്ജു വാര്യർ കുറച്ച് കാമായിട്ടുള്ളൊരു വിഷാദമായിട്ടുള്ളൊരു റോളാണെങ്കിൽ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. പുള്ളിക്കാരി നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ലൂസിഫറിൽ കയ്യടി മൊത്തം കൂടുതൽ നേടിയത് ടോവിനാണെങ്കിൽ ഇതിൽ ടോവിനെ കുറച്ച് പേടിച്ച് അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് പേഴ്സണലി. ചിലപ്പോൾ ലാലേട്ടന്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു അതറിയില്ല, സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇതാണോന്ന് അറിയില്ല. പുള്ളി കുറച്ചൊരു പേടിച്ച് അഭിനയിക്കുന്ന പോലെയൊക്കെ തോന്നി. ഓവറോൾ പറയുകയാണെങ്കിൽ ടെക്നിക്കലി വളരെ ഗംഭീരമായിട്ട്, അതായത് ബഡ്ജറ്റ് പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ ആക്ഷൻ രംഗങ്ങളായാലും ഒരു ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ എമ്പുരാനിൽ ലൂസിഫറിന്റെ ഒരു സീക്വലും പ്രീക്വലും കാണിക്കുകയും പൃഥ്വിരാജിന്റെ ഒരു പാസ്റ്റ് കാണിക്കുകയും ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലൊരു ടൈലന്റ് ഇട്ടിരുന്നു L3, അതായത് എമ്പുരാൻ 3, ലൂസിഫർ 3. അത് ലാലേട്ടന്റെ ഒരു പാസ്റ്റ് കാണിക്കുന്ന ഒരു രീതിയിലാണ് സംഭവം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എമ്പുരാൻ ഓൾറെഡി ഫസ്റ്റ് ഡേ പ്രീസെയിൽ കളക്ഷനിൽ തന്നെ 50 കോടി എത്തിക്കഴിഞ്ഞു. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു 50 കോടി ഫസ്റ്റ് ഡേയിൽ തന്നെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ 200-300 കോടി കളക്ട് ചെയ്ത് വരും. ഞാൻ കട്ടൊരു ലാലേട്ടൻ ഫാനാണ്. എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായം കൂടി ഇതിൽ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.